നമ്മളങ്ങനെ വെയിലെത്തിക്ക് ഇറങ്ങുന്നു. നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരും ചെയ്തു. ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ. അങ്ങനെ ഞാൻ അബീനെ ഇവിടെ വന്നിട്ട് കണ്ടു. എനിക്കിന്ന് ഭയങ്കര സന്തോഷം. റേഷൻ കടയിൽ പോകാനാണ്. അല്ലെങ്കിൽ എന്റെ സെലക്ഷൻ ഒന്നും മോശമാകാറില്ല. നീ എന്റെ വ്ളോഗിലുണ്ട് കേട്ടോ സുബിയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ അലൈൻ വന്നിട്ട് കുറച്ച് ദിവസമായി മെയിനായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. സംഭവം വീട്ടിൽ നിൽക്കുന്നതിൻ്റെ കുറച്ച് വിഷമങ്ങളുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ കുവൈത്താത്ത അങ്ങനെ എന്തോ ലുലുക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ അങ്ങനെ കുറേ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല ഗൈസ്. 2 മാസത്തേക്കുള്ള ഡ്രസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി എൻ്റെ വ്ളോഗ് കാണുമ്പോൾ കണ്ട ഡ്രസ്സിനെയാവും ചിലപ്പോൾ കാണുക. നമ്മൾ നാട്ടിലല്ലല്ലോ, ഇവിടെയാണല്ലോ. അപ്പോൾ നമ്മൾ പോന്നിട്ട് മുന്നേ റെഡി ആയിട്ടൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരമായി. പക്ഷെ നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. വേറെ ചേച്ചിമാർ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിക്കണത് കാണിച്ചു തരാം. അവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ അനഘേച്ചി. ഹായ് പറയൂ. ഹായ്. അനഘേച്ചി എവിടുന്ന? എറണാകുളം. അപ്പോൾ എറണാകുളത്ത് നിന്ന് എനിക്കൊരു അനഘേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ചേച്ചിയാണ് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരിക. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത്. നമ്മുടെ ഫുഡ് എന്തോ ഒരു ചമ്മന്തി. ഇത് തിരുവനന്തപുരത്തെ ചമ്മന്തിയാണോ? അല്ല, മലപ്പുറത്ത് നിന്നുള്ള ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ട് ഉപ്പേരി, അനഘേച്ചി ഉണ്ടാക്കിയ ചോറ്. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയും? സൂപ്പറല്ലേ? ഇനി ഇതുപോലത്തെ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കും. അപ്പം നമുക്ക് വ്ളോഗിൽ കാണാം കേട്ടോ. ഇനി ഞാൻ കഴിച്ചോട്ടെ. ഉപ്പേരി മാത്രം നമുക്ക് ഫസ്റ്റ് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ നമ്മൾ വെച്ച ചോറ് കുറച്ച് വെള്ളം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായി. കാരണം ഇന്നലെ ഞാനായിട്ട് കഴിക്ക് വെള്ളം ഇട്ടത് അങ്ങനെയല്ലേ പറയാം. അതെ, അനുഭവിച്ചു കറക്റ്റ് വെന്തില്ലേ ചോറ്? അങ്ങനെ ഫുൾ കഴിച്ചു ഗൈസ്. സൂപ്പർ ടേസ്റ്റ്. പിന്നെ നമ്മൾ പ്ലേറ്റൊക്കെ കഴുകിയിട്ട് നമുക്കിനി പോയി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാം. 3 കരിവേപ്പില മാത്രം എനിക്ക് വേസ്റ്റ് ആയിട്ടുള്ളൂ. എനിക്കും അങ്ങനെ നമുക്ക് പ്ലേറ്റൊക്കെ കഴുകണം. പ്ലേറ്റ് കഴുകിയിട്ട് നമുക്ക് റൂമിൽ പോയിരിക്കാം. സത്യം പറയാലോ ഗൈസ്, അങ്ങോട്ടെല്ലാം കൊണ്ട് എനിക്കിന്ന് ഭയങ്കര സന്തോഷം. ഞാൻ ബീട്രൂട്ട് പേര് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. വ്ളോഗ് എടുത്ത് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ വെയിലെത്തിക്ക് ഇറങ്ങുന്നു. സാധാരണ ഞങ്ങൾ വെയിലെത്തിക്ക് ഇറങ്ങാറില്ല. നേരെ പോയി കറി കയറുക, കറിയിൽ നിന്ന് നമ്മൾ അടുത്ത ഡാൻസ് ക്ലാസ്സിൽ പോകും. അങ്ങനെയാണ്. നല്ല വെയിലുണ്ട് ഗൈസ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. ബാക്കിൽ പൂജിച്ച് നടന്നു വരുന്നുണ്ട്. ഫ്രണ്ടിൽ അവർ പോണ കാണിച്ചു. ലാസ്റ്റ് ഇവര് നടന്നു പോകുന്നുണ്ട്. എൻ്റെ പൊന്നേ ഭയങ്കര ചൂട്. സഹിക്കാൻ പറ്റണില്ല ചൂട്. നിങ്ങൾക്ക് പിന്നെ ശീലായില്ലേ നമ്മളെല്ലാരും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം. ഗൈസ്, ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ 2 മീനുണ്ട്. അല്ലേൻ്റെ റോഡിന്റെ അരികത്ത് കൂടെ നമ്മൾ നടക്കണം. നന്നായി ചൂട് കാറ്റടിക്കുന്നുണ്ട്. ഈ വഴി പോയിട്ടുണ്ട്, പക്ഷെ രാവിലെ ആദ്യമായിട്ടാണ്. നല്ല ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂട്. എല്ലാവരും വായുണ്ട് ബ്ലോഗില്. ഇത് നമ്മുടെ അജയ് ചേട്ടൻ. ഇവര് മൂന്നാളും ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണ്. ഞാൻ വെസ്റ്റേൺ ഡാൻസറാണ്. ഓക്കെ, നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് പോണത്.
വലത്തോട്ടൊന്നും. ഞാൻ ആ റീൽ അയച്ചുണ്ട്. നമ്മള് ലുലു മാളിലെത്തി. എറണാകുളം ലുലു മാളല്ല, എന്റെ പൊന്നേ ചൂട് ചൂടേ. നമുക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടാവും. നമ്മൾ ഇവിടെ മെയിനായിട്ട് വന്നത് ഇങ്ങനൊക്കെ ഒരുങ്ങി വന്നത് എന്തിനാന്ന് വെച്ചാ റേഷൻ കടയിൽ പോകാനാണ്. കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ റേഷൻ കടയിൽ പോകാനാണ് മെയിനായിട്ട് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് വാച്ചാണ് നോക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷില്ല. 1 month സാലറി കിട്ടി കഴിഞ്ഞാൽ ഞാനും മേടിക്കും KCO. മലയാളി ചേട്ടൻ്റെ കടയാണ് കേട്ടോ. പൂജ ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമുള്ള ഇതാണ് KCO വാച്ച്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റാണ് മേടിച്ച് യൂസ് ചെയ്തിരുന്നത്. 750 രൂപയുടെ. ഇതിന് 150. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. പക്ഷേ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളതുകൊണ്ട് നമുക്ക് 1 month സാലറി കിട്ടിയിട്ട് മേടിക്കാം. എടാ കൂട്ടാ ഇതിൻ്റെ വാച്ചുണ്ട് ഇവിടെ. 3, 4, 99. 3 എടുത്താൽ 99 രൂപ. അനക്കേച്ചിക്ക് ഇങ്ങനത്തെ വാച്ചോളാം അത്ര ഇഷ്ടം. പേടിക്കണ്ട, ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ കാണാം. ഓ 2 പീസിന് 99 അല്ലേ? നോക്ക് നോക്ക്, 2 എടുത്തിട്ടുണ്ടെങ്കിൽ 99 അല്ലേ? അനക്കേച്ചിക്ക് കണ്ണുടക്കുന്നത് ഇതിലേക്കാണ്. കല്ലൊക്കെ ഉള്ളത് ഓൾറെഡി കല്ല. ഇങ്ങനെ ഒരു ഗാലക്സി പ്രാന്തി. ഫസ്റ്റ് തന്നെ ഗാലക്സിയിലാണ് കണ്ണ് പോയേക്കണം. ഇവിടെ ഭയങ്കര റേറ്റ് കുറവ്. ഇവിടെ 3000 ഉള്ള ഗൈസ്. ക്യാമറ ഇവിടെ മോനെ, നിനക്ക് സോപ്പ് വേണ്ടേ അലക്കാനോ കുളിക്കാനൊക്കെ? സോപ്പ് കുളിക്കണ്ടേ? കുളിക്കാൻ ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട് വീട്ടിൽ. യാർഡിൽ എന്നെ കണ്ടിട്ട് ഈ ചേച്ചി വന്നിട്ട് സ്മെല് ചെയ്യാൻ പറയണതാണ്. ഇത് മേടിക്കാം. 35 രൂപയുള്ളത്. 35 കൊടുത്തേട്ടാ. ജാസ്മിന്റെ നല്ല സ്മെല് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. പക്ഷെ എൻ്റെ കാശില്ല ഗൈസ്. ശരിക്കും നമുക്ക് വേറെ കുറെ സാധനങ്ങളാണ് ആവശ്യം. പക്ഷെ ബിസ്ക്കറ്റും മിക്ക മിഠായിക്കൊക്കെയാണ് നമ്മുടെ നോട്ടം പോണത്. കിട്ടിയാ? ഇവരൊക്കെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. സ്റ്റാർബക്സിനൊക്കെ നല്ല റേറ്റ് അല്ലേ? ഇവിടെ 10 രൂപ ഉള്ളത് കുടിച്ചിട്ടുണ്ടാ? നമ്മുടെ പാല് 4 ദിവസം വഴിക്കും നമ്മുടെ 4 പേരും കുടിക്കണോണ്ട് പെട്ടെന്ന് കഴിയാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു കാര്യം പറ്റാത്തത്, നല്ല തണുപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും തണുപ്പ്. അജയ് ചേട്ടൻ മേടിച്ചിട്ട് പറയുന്നുണ്ട്. ഇതിങ്ങനെ ഇത് മേടിച്ചിട്ട് ഇത് മൊത്തം കുടിക്കണതാണോ? ഓ, നമ്മളെല്ലാരും ഗാലക്സി എടുത്തു. അജയ് ചേട്ടൻ മാത്രം ഏലക്കും പിടിച്ച് നിക്കാറ്.
കണ്ടോ 4 രൂപ, ഇവിടെ 4 രൂപ. എനിക്കൊരു കോലുണ്ട്, അല്ല സെയിം റേറ്റാ. കണ്ടോ എനിക്കിത് കോലുണ്ട്, നിങ്ങൾക്ക് അതില്ലല്ലോ. എന്നോട് ഒന്ന് ചോദിക്കരുത്. ഇതിന് കോലുണ്ട്. അത് ഓഫറിൽ ഇവിടെ വെക്കും, അവിടെ വെക്കും. ഓഫറുള്ളതൊക്കെ അവിടെ പ്രദർശനത്തിന്. എനിക്ക് കോലുള്ളത് കോലുണ്ട്, നമുക്ക് കോലില്ല. അതില് കോലുണ്ട്. കോലുണ്ടായിരുന്നല്ലോ. നല്ല ഡ്രസ് ഇട്ടിട്ട് വരും ചെയ്തു. ഇവിടുത്തെ തണുപ്പ് സഹിക്കാനും പറ്റണില്ല. തണുപ്പ് സഹിക്കാനും പറ്റില്ല. ചേച്ചിയുടെ ടീഷർട്ടാണ് ഹൈലൈറ്റ്. കണ്ടകശനി കൊണ്ടേ പോകും. കാണിച്ചു കൊടുക്ക്. യാ പേര് കണ്ടകശനി. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരനെ കാണാനില്ല. നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. ഹായ് പീസൊക്കെ ഇങ്ങനെ എവിടെ അവരെ നമുക്ക് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മുടെ ഒപ്പം ഉള്ളവരനെ കാണാനില്ല. ഞാനെങ്ങാനും ഇവിടെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ വരക്ക് പറ്റില്ല. കാരണം എനിക്ക് ഇവിടുത്തെ സിമ്മില്ല. നമ്മൾ കുറെ നേരം അവരെ നോക്കണം. നിപ്പുണ്ട്. എത്ര നേരമായി തരയണെന്നറിയോ? എത്ര നേരമായി തരയണ്? അത് 2 11 രൂപ. തേങ്ങ എനിക്കത് വലിക്കറിയില്ല ഗൈസ്. അപ്പൊ വെരി ഗുഡ്. ഇനി അതങ്ങോട്ട് എടുക്ക. നമ്മൾ ചീര പിടിച്ചു. ഇനി പച്ച ചീരയും കൂടി എടുക്കാണ്ട്. ഫ്രഷ് ചീര ഇതല്ലേ? ഈ വെള്ളമുള്ളതാവില്ലേ? ഫ്രഷ് ആണ് ഗൈസ്. കാണാല. അയ്യോ ചേച്ചി ആവണില്ല. ഗൈസ് നമ്മുടെ വണ്ടി നിറഞ്ഞു. ഇനി ഒരു വണ്ടിയും കൂടി വേണ്ടി വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വണ്ടിയുടെ കജയിച്ചാട്ടം പോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ രാജ്യത്തിന്റെ ഓരോ റേറ്റ് ആണ്. നമ്മളിത് ഇനി എന്തൊട്ട് ചെയ്യാൻ പോണെന്ന് ബില്ലടിക്കാൻ പോവാണ്. കാരണം നമ്മള് ചീരൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ എടുത്തത്. ചീരൊക്കെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് എടുത്തത്. അപ്പൊ അത് തൂക്കം നോക്കി നമ്മൾക്ക് ബില്ലടിക്കാൻ പോകും. ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കും. അവർ വെയിറ്റ് നോക്കും. അത് എന്തൊക്കെ ഒട്ടിച്ച് തരും തോന്നുന്നുണ്ട്. ആ ഇവിടെ എന്ത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നൂല്ലേ? നല്ല അവക്കാടോ എടുക്കണേന് ടിപ്സ് ഉണ്ട്. ഇത്ര എല്ലാം ഭയങ്കര കട്ടിയാണ്. അവര് കാണുന്നില്ല. മുട്ടില്ലേ ഇതിങ്ങനെ. ഇത് പറ്റില്ല. വേറെ നോക്കാം. എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നിക്കോളും. ഈ സാധനം ഇങ്ങനെ പൊളിക്കുമ്പോ ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളു നല്ലതാ. ഓക്കെ, അപ്പൊ ഇത് നല്ലതാണ്. ഓക്കെ, സക്സസ്. ഇവരാരും കാണാതെ 2 ഉള്ളു നോക്കി ഇത് കണ്ട. സപ്പോർട്ടാ, കുഞ്ഞാപ്പിൾ, ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ടേ വേണ്ട. ഒന്ന് പറഞ്ഞ സീരിയസ്ലി എന്താ പറയാ? സീരിയസ്ലി തിരക്കണുണ്ടോ? ഒരെണ്ണക്കാവാലേ. എങ്ങിട്ടിരുന്നു പറഞ്ഞതില്ലല്ലോ. ഇത് ബില്ലടിക്കാം. അത് അയൽക്കാർ വരാം. ഇതിനെയാണ് നമ്മളെല്ലാം ലൈമല്ല. ഇതാണ് ലെമൺ. ഇതാണ് ലൈം. നമ്മൾ കീറാണ്. അപ്പൊ തിരിച്ചിങ്ങനെ ആക്കി കൊടുക്ക. ഇവിടെ ഈ വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണ്ട. കാരണം എനിക്ക് ഓൾറെഡി നാട്ടിലെ ലൈസൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെ തിരിക്കാനും എനിക്കറിയാം.
അറിയാൻ കുറച്ച് ചളി കൂടി പോയിന്ന് എന്നാലും സഹിച്ചോ. നല്ല രസമുണ്ട്. ഓ ഒന്ന് അവിടെ വയ്ക്കും. നമുക്ക് എടുത്തോടത്ത് തന്നെ അവിടെ കൊണ്ടുവയ്ക്കാം. ഒന്നും വേണ്ട, അവിടെ വയ്ക്കാം. ചിക്കൻ ചേച്ചി ചിക്കൻ മേടിക്കണ്ടേ? പക്ഷെ കൊന്നത് നമ്മളല്ലല്ലോ. ഇപ്പൊ 2 താത്തന്മാര് പറഞ്ഞിട്ടിട്ട് പോയിരുന്നു. അപ്പൊ അവരെന്റെ ടീഷർട്ട് കണ്ടപ്പോ ഐ ലൈക്ക് യുവർ ടീഷർട്ട് പറഞ്ഞു. എനിക്ക് വയ്യ, അല്ലെങ്കിൽ എന്റെ സെലക്ഷൻ ഒന്നും മോശമാകാറില്ല. അതിവിടെ വന്നിട്ട് ഹാപ്പി ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, സോറി വീട്ടിലേക്കല്ല, നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കൊന്ന് പോട്ടെ അല്ലേ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇങ്ങനെ റേറ്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാമെന്ന് വിചാരിക്കണം. അനക്കിച്ച് മേടിക്കില്ലേ അടുത്ത മാസം സാധനം കിട്ടിയിട്ട് സെറ്റ്. ഹലോ, നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. വെറൈറ്റി വെറൈറ്റി കമ്മലുകൾ, ക്ലിപ്പുകൾ, പേഴ്സുകൾ എല്ലാമുണ്ട്. ധനികേച്ചിയുമുണ്ട്. നല്ല ഭംഗിയുള്ള ബേഗുകൾ. ഇവിടെ ഞാൻ അങ്ങനെ ബേഗിനൊന്നും ക്രേസ് ഇല്ലാത്തതല്ല, ഇവിടെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവണം. കമ്മലുകൾ നോക്കൂ, സൂപ്പർ. നമ്മൾ തിരിച്ചവിടുന്ന് പോകുന്നു. ഇനി നമുക്ക് ബില്ലടിക്കാം. അവരൊക്കെ നേരത്തെ തന്നെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് വന്നത് ഹെഡ്സെറ്റ് നോക്കാനാണ്. ഹെഡ്സെറ്റ് ഇതുവരെയായിട്ടും മേടിച്ചിട്ടില്ല കേട്ടോ. നല്ല സാധനങ്ങളുണ്ട്. കവറൊക്കെ നമ്മൾ തന്നെ കൊടുന്നു. ഇവിടെ കവറിന് നല്ല ക്യാഷാണ്. സാധനങ്ങളുണ്ട്. 1 മാസത്തേക്കുള്ളതൊക്കെ മൊത്തം മേടിച്ചിട്ടുണ്ട്. ഇനി വരേണ്ടി വരുമോന്ന് അറിയില്ല. നമ്മൾ 4 പേര് ഗൈസ്. നമ്മൾ മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ടോട്ടൽ എത്രയായി? 500. ഇതൊക്കെ കൂടി 300 രൂപയായി. ക്ഷീണിച്ച് നമ്മളിവിടെ ഇരിക്കുകയാണല്ല ചേച്ചേട്ടാ. അങ്ങനെ നമ്മൾ ഹെഡ്സെറ്റ് മേടിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. നമ്മുടെ പെട്ടി നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. പുറത്താണ് നമ്മൾ. ഇതെന്റെ സീറ്റ് കേട്ടോ. എനിക്ക് ഇവിടെ ലേറ്റ്. ഗൈസ് നമ്മൾ അതന്നെ കോഫി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് ചായയാണ്. ഇന്ന് കണ്ടകശിനി കൊണ്ടേ പോവുള്ളൂ അല്ലേ ചേച്ചി? കണ്ടകശിനി കൊണ്ടേ പോവുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ ചായ കുടിക്കാം. ഇല്ലാത്തോണ്ടേ ഒന്നുകൂടി പറഞ്ഞേ. മന്ത്രം ചൊല്ലു. മന്ത്രം ചൊല്ലു. അങ്ങനെ എന്നെ കാണാൻ വേണ്ടിട്ട് അബി വന്നു ഗായ്സ്. അങ്ങനെ ഞാൻ അബീനെ ഇവിടെ വന്നിട്ട് കണ്ടു. വീടിന്റെ അടുത്താണ് കേട്ടാ. ക്യാമറ ഓഫ് ആക്കിയവള് പന്നി. വീടെത്തി നീ. അവള് ഇവിടെ വന്നിട്ട് എനിക്ക് അബി മിഠായി ഒക്കെ മേടിച്ചിട്ടുണ്ട്. എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ഭയങ്കര സ്നേഹം. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. നിനക്കോ? നല്ല സന്തോഷം. നാട്ടിലത്തെ ആളുകളാണ്. പിന്നെ നാട്ടിലത്തെ മാത്രമല്ല എന്റെ ഫ്രണ്ട്. വേറൊന്നും വേണ്ടടോ, ഇത് മതി. ഇനി അടുത്ത വട്ടം വരുമല്ലോ, അപ്പൊ ഞാൻ നിനക്ക് മേടിച്ചരാം. സാലറി കിട്ടട്ടെ. ഇവിടെ വരുമ്പോ നമുക്ക് എല്ലാം മേടിക്കാൻ തോന്നും. ഇങ്ങിட்ட നടക്കണ്. എടാ ഇത്ര വലുതൊന്നും വേണ്ട, ചെറുത് മതി. എടുത്തോ ചോക്ലേറ്റ്. താങ്ക് യു ഗൈസ്. എനിക്ക് വിഷമാണ്. ഇവന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നിട്ട് വിഷമിപ്പിക്കണം. ഒന്നും വേണ്ട, മതി. ഇത് വലിയതോ? വലിയതോ? നീ എന്റെ വ്ളോഗിലുണ്ട് കേട്ടോ സുബിയ. ഇതൊക്കെ മേടിച്ചുണ്ട്. ടാറ്റാ. താങ്ക് യു അബി. ഞാൻ അവൻ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ വെക്കണം. വീട്ടിൽ പോയിട്ടില്ല, റൂമിൽ പോയിട്ടില്ല. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ബൈ. നീ ടാക്സി വിളിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോകും. ഞാൻ അടുത്ത തിങ്കളാഴ്ച വരാം. അല്ല, ടാക്സി വന്നു. നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ടെ ഡിക്കിയുടെ ഉള്ളിലേക്ക് കയറ്റണം. അബി ഇവിടെ നോക്കി നിക്കണുണ്ട്. ഞാൻ പോണതും നോക്കിട്ടാണ്. ഗൈസ് സാധനങ്ങളൊക്കെ എടുക്കണം. ഇത് നമ്മുടെ വീട് ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തി. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. റൂം കാണിക്കുന്നില്ല, സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.